പാലക്കാട് സച്ചിനുണ്ട്. സച്ചിൻ, പഴുതടച്ച നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. 1ഉം 2ഉം കേസുകൾ മുൻകൂർ ജാമ്യവും അറസ്റ്റും വിലക്കിയ സാഹചര്യത്തിൽ മൂന്നാമത്തെ കേസിലാണ് ഇപ്പോൾ രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തീർത്തും ഒരു കൃത്യമായ പ്ലാനിങ്ങിലൂടെയാണ് രാഹുലിനെ ഇപ്പോൾ പൂട്ടിയിരിക്കുന്നത്, അല്ലേ? കൃത്യമായ ഒരു അതീവ രഹസ്യമായ നീക്കം തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടേക്ക് എത്തുന്നത്. പത്തനംതിട്ടയിലും മറ്റ് ജില്ലകളിലുമായി ചില പരിപാടികളിലൊക്കെ പങ്കെടുത്തുകൊണ്ടാണ് പാലക്കാട് എത്തിയത് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത്. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ജില്ലയിലെ ഒരു ക്ഷേത്ര പരിപാടിയിലടക്കം പങ്കെടുത്തിരുന്നു. അതിൻ്റെ ചിത്രങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ രാഹുൽ പങ്കുവച്ചിരുന്നു. അതിനുശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ KPM ഹോട്ടലിലേക്ക് വൈകിട്ടോടുകൂടെ രാത്രിയോടുകൂടെ എത്തുന്നത്. പുലർച്ചെ, അതായത് 12 മണിയോടുകൂടെ തന്നെ അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ റൂം ഏതെന്ന് അന്വേഷിച്ചുകൊണ്ട് ഈ ഹോട്ടലിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. 12:15 രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിക്കുന്ന റൂമിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു. 12:30 തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുക്കുകയാണ് അന്വേഷണ സംഘം ചെയ്തിട്ടുള്ളത്. തുടർന്ന് അതീവ രഹസ്യമായി തന്നെ പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് രാഹുലിനെ കൊണ്ടുപോകുകയായിരുന്നു. രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുക, അതായത് അന്വേഷണ സംഘം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാഹുലിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു. പ്രധാനമായും നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അന്വേഷണ സംഘത്തിലെ ഒരു ടീം ഈ രാഹുൽ താമസിക്കുന്ന റൂമിന് തൊട്ടടുത്ത റൂമിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. അതുപോലെ തന്നെ ഇന്നലെ രാത്രിയോടുകൂടെ തന്നെ അന്വേഷണ സംഘത്തിലെ ചില ഉദ്യോഗസ്ഥർ ഈ ഹോട്ടലിൻ്റെ പരിസരത്തായി തമ്പടിച്ചിട്ടുണ്ടായിരുന്നു. അവർ കൃത്യമായ രീതിയിൽ രാഹുലിൻ്റെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കുന്നുമുണ്ടായിരുന്നു. അത്തരത്തിൽ കൃത്യമായ രീതിയിലുള്ള അതീവ രഹസ്യമായ അന്വേഷണത്തിൻ്റെ ഭാഗമായി തന്നെയാണ് രാഹുലിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായും രാഹുലിൻ്റെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാലക്കാട് നഗരത്തിലെയും അതേപോലെ തന്നെ മറ്റ് പോലീസുകാരെ ഒന്നും അറിയിച്ചില്ല. കൃത്യമായ രീതിയിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പാലക്കാട് ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ SIT സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. കൃത്യമായ രീതിയിൽ രാഹുലിനെ പിടികൂടുന്നു. അതിനുശേഷം രാഹുലുമായി പത്തനംതിട്ടയിലേക്ക് അന്വേഷണ സംഘം എത്തുകയായിരുന്നു. അവിടെ വെച്ചാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ യുവതി അടക്കം ദർശനം നടത്തുമെന്നൊരു സാഹചര്യം അല്ലെങ്കിൽ ഒരു വിവരം ഉണ്ടായിരുന്നു. പത്തനംതിട്ടയിൽ സച്ചിൻ, ശബരിമലയിൽ അടക്കം ദർശനം നടത്തുമെന്നൊരു സാഹചര്യത്തിലാണ്. അതായത് രാഹുലിന് ഒരു തരത്തിലുമുള്ള വിവരങ്ങളും ഇതുവഴി ലഭിച്ചിട്ടില്ല. ആദ്യ 2 കേസുകളിൽ രാഹുലിന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് ഒളിവിലടക്കമായിരുന്നു. എന്നാൽ ഈ കേസിൽ കൃത്യമായ നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും രാഹുൽ ഇന്ന് പാലക്കാട് നിന്നും പത്തനംതിട്ടയിലേക്ക് തിരികെ പോകേണ്ടതായിരുന്നു. മകരവിളക്കിനോട് അനുബന്ധിച്ച് ശബരിമല ദർശനമടക്കം രാഹുൽ പ്ലാൻ ചെയ്തിരുന്നു. അതൊക്കെയാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. രാഹുൽ ജയിലിലേക്കാണ് പോകുക. അതായത് മുൻപും സമാനമായ രീതിയിൽ യുവതികളുടെ പരാതികൾ രാഹുലിനെതിരെ വന്നപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്നും മുങ്ങുകയായിരുന്നു. സമാനമായ രീതിയിൽ ആദ്യഘട്ടത്തിലുള്ള പരാതി വന്നപ്പോൾ തന്നെ രാഹുൽ പാലക്കാട് നിന്നും പത്തനംതിട്ടയിലെ അരൂരിലെ വീട്ടിലായിരുന്നു 1 മാസത്തോളം ഉണ്ടായിരുന്നത്. അതിനുശേഷം മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയ സമയത്തായിരുന്നു രാഹുൽ പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കളുടെ പ്രചരണ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ കണ്ണാടിയിൽ നിന്നും രാഹുൽ അതിവിദഗ്ധമായ രീതിയിൽ മുങ്ങുന്നത്. അതിനുശേഷം തമിഴ്നാട്ടിലും അതേപോലെ തന്നെ കർണാടകയിലും ഒളിവിൽ കഴിയുകയായിരുന്നു. കർണാടകയിലെ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും എല്ലാ നേതാക്കളുടെ പിന്തുണയോടുകൂടെയായിരുന്നു രഹസ്യ കേന്ദ്രങ്ങളിൽ രാഹുൽ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. ആ സമയത്തെല്ലാം രാഹുൽ അന്വേഷണ സംഘം എത്തുന്നതിന് തൊട്ടു മുൻപ് തന്നെ രഹസ്യ കേന്ദ്രങ്ങളിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് മാറി രഹസ്യ കേന്ദ്രങ്ങളിൽ ഒളിവിൽ കഴിയവേ മുൻകൂർ ജാമ്യം ഹൈക്കോടതി മുൻകൂർ ജാമ്യത്തിൽ, അതായത് രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന മുൻകൂർ ജാമ്യം ലഭിച്ചതോടെയാണ് പാലക്കാട്ടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പൊങ്ങുന്നത്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് ദിവസമാണ് ഇത്തരത്തിൽ രാഹുൽ പാലക്കാടേക്ക് വീണ്ടും എത്തുന്നത്. എന്നാൽ പോലും ശക്തമായ രീതിയിൽ തെളിവുകളും പരാതികളും രാഹുലിനെതിരെ ഉണ്ടായിട്ട് പോലും കോൺഗ്രസിൻ്റെ നേതാക്കളെല്ലാം ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പാലക്കാട് നഗരസഭയിൽ നിന്നും വിജയിച്ച കോൺഗ്രസിൻ്റെ കൗൺസിലർമാരെല്ലാം രാഹുലിനെ നേരിട്ട് കണ്ട് അനുഗ്രഹം വാങ്ങുന്ന കാഴ്ചയൊക്കെ നമ്മൾ വാർത്തയായി നൽകിയതാണ്. അത്തരത്തിൽ പീഡനവീരനായ രാഹുൽ മാങ്കൂട്ടത്തിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിൻ്റെ നേതാക്കളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാഹുലിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കി എന്ന് പറയുമ്പോൾ പോലും ഒരു വിഭാഗം നേതാക്കളെല്ലാം പൂർണ്ണ പിന്തുണ രഹസ്യമായും പരസ്യമായെല്ലാം രാഹുലിന് നൽകുന്ന കാഴ്ചയും കണ്ടതാണ്. അത്തരത്തിൽ വലിയ രീതിയിൽ ക്രൂരനായ പീഡകനെയാണ് ഇപ്പോൾ പോലീസ് അഴിക്കുള്ളിലാക്കിയിരിക്കുന്നത്, അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
നടക്കുകയാണ്. പാലക്കാട് നിന്നും രാഹുലിനെ അതിവിദഗ്ധമായാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. KPM ഹോട്ടലിലേക്ക് പോലീസ് സംഘം എത്തുന്നു. അതിനുശേഷം റിസപ്ഷനിലേക്ക് കയറി രാഹുൽ താമസിക്കുന്ന മുറിയുടെ വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് റിസപ്ഷനിലുള്ള ആളുകളുടെ ഫോൺ അടക്കം അന്വേഷണ സംഘം വാങ്ങിവെച്ചതിന് ശേഷമാണ് രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. പ്രധാനമായും രാഹുലിനെ അന്വേഷിച്ച് പോലീസ് എത്തിയ വിവരം പുറത്തറിയാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ കൃത്യമായ പഴുതടച്ച രീതിയിലുള്ള അന്വേഷണ സംഘത്തിൻ്റെ നീക്കങ്ങൾ ഉണ്ടായിരുന്നത്. മാധ്യമപ്രവർത്തകരോ അല്ലെങ്കിൽ രാഹുലിൻ്റെ ഓഫീസിലെ ജീവനക്കാരോ അല്ലെങ്കിൽ മറ്റ് യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ രാഹുലുമായി അടുപ്പമുള്ള പാലക്കാട്ടെ നേതാക്കളൊന്നും ഇത്തരത്തിൽ രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത വിവരം അറിഞ്ഞിട്ടില്ല. മാധ്യമങ്ങളിൽ 1 മണിക്കൂർ കഴിഞ്ഞ് വാർത്തകൾ വരുമ്പോൾ മാത്രമാണ് ഇത്തരത്തിൽ വിവരങ്ങൾ രാഹുലിൻ്റെ ജീവനക്കാരടക്കം അറിയുന്നത്. രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ രാഹുലിൻ്റെ MLA ബോർഡ് വെച്ച വാഹനമടക്കം ഈ ഹോട്ടലിൽ ഉണ്ടായിരുന്നു. തുടർന്നാണ് രാഹുലിൻ്റെ ഓഫീസിൽ താമസിക്കുകയായിരുന്ന ഡ്രൈവറും അതേപോലെ തന്നെ രാഹുലിൻ്റെ സ്റ്റാഫും KPM ഹോട്ടലിലെത്തിയ ശേഷം വാഹനം ഇവിടെ നിന്നും മാറ്റുന്നത്. കൃത്യമായ രീതിയിൽ പഴുതടച്ച അന്വേഷണത്തിനൊടുവിൽ മൂന്നാമത്തെ യുവതിയുടെ പരാതിയിൽ രാഹുൽ അഴിക്കുള്ളിലായിരിക്കുകയാണ്. ഉമ, തീർച്ചയായും സച്ചിൻ